ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഷൈൻ വണ്ടി BS6 മോഡലാണ്. നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് പറയുമ്പോൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, ആവശ്യമെങ്കിൽ മാറ്റുക. അതേപോലെ ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് ഉണ്ട്, അതൊന്ന് മാറ്റിയിടണം. ജനറൽ സർവീസ് ചെയ്യണം, വാട്ടർ സർവീസ് ചെയ്യണം. ലെഫ്റ്റ് സൈഡിലും മിറർ പൊട്ടിയിരിക്കുന്നുണ്ട്, അപ്പോൾ അതും കൂടി മാറ്റുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റ് ഇടാനാണ് നമ്മൾ നിലവിൽ ഇടണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വർക്കിന് കയറ്റി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ കിടക്കണം, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ വീൽ ബെയറിങ്ങിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്തു, ടയറൊക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം. ചെയിൻ ചെറിയൊരു ലൂസ് ഉണ്ട്, അത് നമുക്ക് ടൈറ്റ് ചെയ്തിടാം. പിന്നെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. പുതിയ ഫിൽറ്ററാണ്, മോശമായിട്ടൊന്നുമില്ല. ജസ്റ്റ് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററിയാണ്, വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്. അപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് 12.62 കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.10. നിലവിൽ വേറെ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. പ്ലഗൊക്കെ നല്ല പ്ലഗാണ്. എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഓയിൽ ഏകദേശം ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓയിൽ ചേഞ്ച് നമ്മൾ കൂട്ടത്തേക്ക് നടത്തി വിടുന്നുണ്ട്. ഓയിലിൻ്റെ ഫിൽറ്ററും മാറ്റി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്ക് ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിടുന്നുണ്ട്. കാരണം നമുക്ക് കോമ്പി ബ്രേക്കാണ് വരാം. ഡിസ്ക് ബ്രേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു റിസർവ് ടാങ്കാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ കോമ്പി ബ്രേക്കിൻ്റെ അതിനകത്ത് ഫ്ലൂയിഡ് ലെവലും കൂടി കറക്റ്റായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബ്രേക്ക് പാഡ് സെറ്റൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്തു, ടയറിൻ്റെ കണ്ടീഷനൊക്കെ ഓക്കെയാണ്. പിന്നെ ടയർ പ്രഷറൊക്കെ കുറച്ച് കുറവുണ്ട്, അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് ടയർ പ്രഷറൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ നിലവിൽ ലെഫ്റ്റ് സൈഡിൽ ഈ മിറർ പൊട്ടിയിരിക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. ഗ്ലാസ് പൊട്ടിയിരിക്കുന്നതാണ്, അപ്പോൾ ഒന്ന് മാറ്റിയിട്ടേക്കാം. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ആക്സിലേറ്ററിൻ്റെ കേബിൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. നമുക്ക് 2 കേബിളാണ് വരാം BS6-ന്. അപ്പോൾ ആ മോഡൽ വരുമ്പോഴത്തേക്കും രണ്ട് കേബിളാണ്. അപ്പോൾ മാറ്റുമ്പോൾ നമുക്ക് 2 കൂടി മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ അതും കൂടിയും എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തേക്കാം. ഓക്കെ.